എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്താനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വനത്തിൽ പോകുമ്പോൾ പല ആളുകളും അലക്ഷ്യമായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ജീവിതശൈലി തന്നെയാണ് നമുക്ക് വനത്തിൽ പോകുമ്പോഴും പല വിദ്യാർത്ഥികളാണെങ്കിലും പല വ്യക്തികളാണെങ്കിലും എല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മൾ വ്യത്യസ്തരാവണം. കാരണം വനം എന്നുള്ളത് ഒരു ജീവജാലങ്ങളുടെ ജൈവവൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. കാരണം നമ്മളൊരു വനം എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മുടെ പ്രദേശത്ത് നമുക്ക് പല അപകടങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ പോയി പെടുന്നത് വനത്തെക്കുറിച്ച് അറിയില്ല. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു വാഹനം ഉണ്ടെങ്കിൽ ഒരു ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ റെഡിയാണ്. ആ ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക്. മാത്രമല്ല, അവർക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ടിക്ടോക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇതിലേക്ക് ട്രാവലിങ്ങിന് ഒരുപാട് പ്രാധാന്യം യുവാക്കളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. അത് നല്ലൊരു ഇതാണ്. പക്ഷെ നമുക്കിതിനെ സംരക്ഷിക്കണം എന്നുള്ള ഈ പരിസ്ഥിതിയും അല്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതുപോലെ നിലനിന്നാലാണ് നമുക്കിതുപോലെ വീഡിയോ എടുക്കാനും ഇതിന് മനസ്സിലാക്കാനൊക്കെ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് നമ്മളിലില്ലെങ്കിൽ ഈ കാണുന്ന പ്രകൃതി എല്ലാം നമ്മുടെ അമിതമായിട്ടുള്ള ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് നാളെ ഇല്ലാതെയാവും എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വനയാത്രകളും എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും കൃത്യമായി തന്നെ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഒരു 90% നമുക്കത് കീപ്പ് ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മുടെ യുവാക്കളെല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു ഡാമിൽ നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിലൂടെ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിരവധി ജീവജാലങ്ങളുടെ ശബ്ദം നമുക്ക് ശ്രവിക്കാൻ പറ്റും. ഒരു സംഗീതോപകരണങ്ങൾ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും, അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അത്രയും ജീവജാലങ്ങളുടെ ശബ്ദവും മനോഹരമായിട്ടുള്ള മാധുര്യമായിട്ടുള്ള നിരവധി ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ നമുക്ക് ശ്രവിക്കാൻ കഴിയും. അതൊക്കെ നിങ്ങൾ ഒരു വനത്തിൽ പോകുമ്പോൾ നമ്മൾ അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അവരുടെ ജീവിത ശൈലികളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അവരെ തിരിച്ചറിയാൻ നമുക്ക് അവരുടെ ശബ്ദം അല്ലെങ്കിൽ അവരെ കാണാൻ ഒരിക്കലെങ്കിലും നമുക്ക് സാധിക്കുക എന്നുള്ളതൊക്കെ വളരെ വലിയ ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. കാരണം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു സൂവിൽ കാണുന്ന കുറച്ച് ജീവികൾ മാത്രമല്ല നമ്മുടെ ഇതിലുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാം. കാരണം അതിലുപരി ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ജൈവ വൈവിധ്യത്തിലുണ്ട് എന്നുള്ള കാര്യവും അതിനെ മനസ്സിലാക്കാനുള്ള കഴിവും അതിനെ കാണുക എന്നുള്ള ഏറ്റവും വലിയ ജീവിതത്തിലെ ഭാഗ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതിന് നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പരമാവധി നമ്മൾ ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ വീക്ഷിക്കാൻ പോകുമ്പോൾ ആളുകൾ വളരെ കുറവായിരിക്കണം വനത്തിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഏതൊരു വനത്തിലേക്കാണെങ്കിലും നമുക്ക് വനം വന്യജീവി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ വനം വന്യജീവി വകുപ്പിൻ്റെ അനുമതി തീർച്ചയായും മേടിച്ചിരിക്കണം. നമ്മളൊരു വനമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആരും അങ്ങോട്ട് അങ്ങനെ അതിക്രമിച്ച് കയറരുത്. കാരണം വനത്തിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പോകുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായും അവിടുത്തെ വനം ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് അവിടുത്തെ വനം ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി വേണം നമ്മൾ വനത്തിലേക്ക് പോവാൻ. അത് അറിയുന്ന വാച്ചർമാരോ അല്ലെങ്കിൽ മറ്റു ഈ പ്രദേശങ്ങളെക്കുറിച്ച് അറിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാവാൻ ഏറ്റവും നല്ല ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ നമുക്ക് ആ വനത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ കൂടെ മാത്രം നിങ്ങൾ പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപേക്ഷിക്കുക. പിന്നെ വന്യജീവികളെയും ഒക്കെ നിരീക്ഷിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഒഴിവാക്കുക. വളരെ കുറഞ്ഞ ആളുകൾ, പരിമിതമായിട്ടുള്ള ആളുകളുമായി നിങ്ങൾ യാത്ര ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല വേനൽക്കാലങ്ങളാണെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സമയമാവും. കാട്ടുതീയാണ് ഏറ്റവും വലിയൊരു വിപത്ത്. ഞാൻ മുന്നത്തെ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇനിയിപ്പം വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നോക്കേണ്ടത് നമ്മൾ ഈ കാട്ടുതീയെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ കാട്ടുതീ ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം കുളുക്കുമല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ കാട്ടിലേക്ക് കയറി നമുക്ക് ശ്രദ്ധ കുറവുകൊണ്ടും നമുക്ക് വനത്തെക്കുറിച്ച് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടൊക്കെ നിരവധി പേര് മരിക്കുകയൊക്കെ ഉണ്ടായി. അതുപോലെ വടക്കാഞ്ചേരി റേഞ്ചിൽ വാച്ചർമാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഷ്വാലിറ്റി ഒഴിവാക്കുന്നതിനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഒരു വനത്തെക്കുറിച്ച് അറിയാതെ വനത്തിലേക്ക് പോകരുത്.
പ്രത്യേകിച്ച് നിങ്ങൾ വനത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് അവരുടെ അനുമതി മേടിച്ചുകൊണ്ട് വനം യാത്രകളും വനം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അറിയാനും ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പോലുള്ള വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കുക. നമുക്ക് വനത്തിലൊക്കെ ഒരു ജീവിക്ക് അതിൻ്റെ നൈസർഗികമായിട്ടുള്ള സംവിധാനത്തിലൂടെ ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പുതിയൊരാളാണ്. ചില സ്മെല്ലുകൾ പോലും വന്യജീവികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുമെന്നാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. കാരണം അപ്പോൾ നമ്മൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിക്കൊണ്ടുള്ള നമ്മുടെ ഈ വനത്തിലേക്കുള്ള യാത്ര